ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധര അയാളെ ചെന്ന് കാണാൻ കേട്ടോ. നിധിയെ കൊല്ലാനുള്ള ആ പാമ്പിനെ കൊണ്ടുവരാൻ വേണ്ടി വസുന്ധര പോയിരിക്കുകയാണ്. ഇതേ സമയം കൂട്ടിനായി ശിവാനിയും ചെല്ലുന്നുണ്ട്. അങ്ങനെ അയാളോട് പറയാണ്, ഇന്ന് രാത്രി ഞങ്ങൾ ഏത് റൂമാണെന്ന് പറഞ്ഞു തരാം, ആ റൂമിലോട്ട് നീ ആ പാമ്പിനെ ഇടണം. പിന്നീട് ആ പാമ്പ് അവളെ കുത്തിയിരിക്കണം. നാളെ എണീക്കുമ്പോൾ കേൾക്കുന്ന വാർത്ത അവൾ മരിച്ചിരിക്കുന്നു എന്ന ആ ഒരു സംഭവമായിരിക്കണം എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഇത് കേൾക്കുന്ന അയാൾ പറയുന്നത്, ശരി ഞാൻ ചെയ്തോളാം മേഡം, എന്ത് പറഞ്ഞാലും എൻ്റെ ജീവൻ വേണമെങ്കിലും ഞാനത് ചെയ്യാൻ തയ്യാറാണ് എന്നയാൾ പറഞ്ഞ് വസുന്ധര അങ്ങ് അവിടെ നിന്നും പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ശിവാനി ചോദിക്കുകയാണ്, അല്ല ആൻറ്റി, ഇതൊക്കെ കൈവിട്ട കളിയല്ലേ? ഇത് കളിക്കുമ്പോൾ ഒരുപക്ഷെ ആ ഈശ്വരമുത്തക്ഷി കണ്ടുപിടിച്ചാലോ? അതൊന്നും ഉണ്ടാവില്ല. എന്തായാലും അവളുടെ ഈ ഒരു ഈശ്വരമുത്തശ്ശിയും അവളും കൂടി എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഈ നാട്ടിൽ വന്നതിൽ പിന്നെ ഒന്നും അറിയാത്തതുപോലെ അവളുടെ ഈ അഭിനയമുണ്ടല്ലോ, അത് ഞാൻ നിർത്തും. ഇന്നത്തോടു കൂടി അവൾക്ക് ഞാൻ ശിക്ഷ കൊടുക്കുമെന്ന് പറയാനിട്ടോ. അങ്ങനെ വസുന്ധര വളരെ സന്തോഷത്തിലാണ്. വസുന്ധരയാണെങ്കിലോ നിധിയെ ഇന്ന് രാത്രിയാവുമ്പോൾ പാമ്പ് കടിയേറ്റ് അവൾ മരിക്കുമെന്ന ആ സന്തോഷത്തോടു കൂടി വസുന്ധര നിൽക്കുന്നു കേട്ടോ. ഇതേ സമയം ശിവാനിയോട് പറയുന്നുണ്ട്, അതെ, അയാൾ വന്നു കഴിഞ്ഞാൽ നീ ഇങ്ങനെ കിടന്നുറങ്ങണ്ട, നീ മര്യാദയ്ക്ക് എണീറ്റോളുണ്ട്, എങ്കിലാണ് അവൾക്ക് തിരിച്ചടി കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, ശരി ആൻറ്റി, ഞാൻ എണീറ്റോളാമെന്ന് പറയാനേട്ടാ. അങ്ങനെ അർദ്ധരാത്രിയായിട്ടും വസുന്ധരയ്ക്ക് ഉറക്കം കിട്ടുന്നില്ല. എന്നാൽ ഈ സമയം പഴയതുപോലെ തന്നെ കഞ്ഞിയും പയറൊക്കെ കുടിക്കുന്നത് ഗൗതം ഇങ്ങനെ ചെയ്ത് കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ വസുന്ധരയ്ക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. ഈശ്വര, ഇന്ന് രാത്രിയും പട്ടിണിയാണല്ലോ, ഒരു ദിവസം കഞ്ഞിയാണെങ്കിൽ അതിരാവിലെ കപ്പയാണ്, ഇതൊക്കെ കഴിച്ച് എങ്ങനെ ജീവിക്കും എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ വസുന്ധര മനസ്സിൽ കരുതുന്നു കേട്ടോ. എന്തായാലും ഇന്നത്തോടു കൂടി ഇതിന് അറുതിയാവുമല്ലോ അവളുടെ മരണം, അതങ്ങ് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം വസുന്ധര രാത്രിയാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വസുന്ധര രാത്രിയായാലല്ലേ പാമ്പ് വരുള്ളൂ എന്ന ആ പ്രതീക്ഷയോടുകൂടി വസുന്ധര ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ശിവാനിയുടെ റൂമിൽ അയാൾ വന്ന് കൊട്ടുന്നു കേട്ടോ. ശിവാനിയുടെ റൂമിൽ ജനലിൽ അയാൾ കൊട്ടാണ്. ഇതേ സമയം ശിവാനി പെട്ടെന്ന് എണീക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് വരുന്നു, നിങ്ങളിവിടെ നിന്നോ, ഞാൻ വസുന്ധരേൻ്റെയും വിളിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ശിവാനി അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ വസുന്ധര ഇതും കാത്ത് പ്രതീക്ഷയോട് കൂടി ഇരിക്കുകയാണ്. അങ്ങനെ വസുന്ധരയുടെ കഥകിലങ്ങ് തട്ടുമ്പോൾ വസുന്ധര പെട്ടെന്ന് ഞെട്ടി ഉണരാണ്. അവർ വന്നോ, എന്തായി അവൾ വന്നോ എന്നൊക്കെ ഇങ്ങനെ, അയാൾ വന്നോ എന്നൊക്കെ ഇങ്ങനെ വസുന്ധര ചോദിക്കുമ്പോൾ, ആൻറ്റി, അയാൾ വന്നിട്ടുണ്ട്, എന്നാൽ അയാളോട് പറ ആ നിധിയുടെ റൂമിൽ ആ പാമ്പിനെ കൊണ്ടിടാൻ എന്ന് പറയണം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തില്ലേ? തീർച്ചയായും ആൻറ്റി, ഞാൻ ചെയ്തിട്ടുണ്ട്. അവൾ കിടക്കുന്നതിന് മുന്നേ അവളുടെ ഒരു വിൻഡോ അത് ഞാൻ ചെറുതായി തുറന്നു വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. ഇതും കൂടി കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവാണ് വസുന്ധരയ്ക്ക്. അങ്ങനെ അയാളോട് ആ റൂം കാണിച്ചു കൊടുക്കണം കേട്ടോ. നിധിയാണെങ്കിലോ നല്ല ഉറക്കത്തിലാണ്, അതുകൊണ്ട് തന്നെ നിധി ഒന്നും അറിയുന്നില്ല. പിന്നീട് വിൻഡോ തുറന്ന് ആ പാമ്പിനെ ആ റൂമിലോട്ട് അങ്ങ് വിടുകയാണ് കേട്ടോ. ഇതേ സമയം ഒത്തിരി സന്തോഷത്തോടു കൂടി വസുന്ധര തൻ്റെ റൂമിൽ പോയി കിടന്നിറങ്ങുകയാണ്. ഇതേപോലെ തന്നെ ശിവാനിയും കിടന്നുറങ്ങുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം വസുന്ധര ഉറക്കത്തിലോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് തൻ്റെ പുതപ്പിന് മുകളിലൂടെ ഇങ്ങനെ എന്തോ ഇഴഞ്ഞു പോകുന്നതായി വസുന്ധര കാണുന്നു കേട്ടോ. പിന്നീട് വസുന്ധര എന്താണ് ഇപ്പം ഇതെന്ന് അറിയാൻ വേണ്ടി എണീറ്റ് നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ പത്തിയും വിടർത്തി നിൽക്കുന്ന പാമ്പായിരിക്കും. ഇത് കാണുന്ന വസുന്ധര ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈശ്വര, എന്താണ് ഈ കാണുന്നത് എന്ന ഭാവത്തിൽ. എന്നാൽ ഈ പാമ്പ് ആദ്യം നിധിയുടെ റൂമിൽ ചെന്നിട്ടുണ്ടാവും. നിധിയെ കാണുമ്പോൾ അവിടെ നിന്നും ആ പാമ്പ് പെട്ടെന്ന് അങ്ങ് പിന്തിരിഞ്ഞു പോവാണ്. കാരണം നാഗദൈവങ്ങൾക്ക് പ്രസാദിക്കുന്ന നിധിയാണല്ലോ. അതുകൊണ്ട് തന്നെ നിധിയെ എന്തോ പാമ്പിന് തന്നെ ഒന്നും ചെയ്യാൻ തോന്നാനാവാതെ ശത്രുവായ ശിവാനിയുടെയും ഈ പറയുന്ന വസുന്ധരയുടെ റൂമിലോട്ടാണ് ആ പാമ്പ് പോകുന്നത്. അങ്ങനെ വസുന്ധരയുടെ അടുത്ത് ചെല്ലുമ്പോൾ വസുന്ധര ഓടടാ ഓട്ടം, അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ് വസുന്ധര അലറുമ്പോൾ ആ പാമ്പ് പിന്നീട് പോകുന്നത് ശിവാനിയുടെ റൂമിലോട്ടായിരിക്കട്ടോ. ശിവാനിയാണെങ്കിലോ താൻ ഇനിയിപ്പോൾ ഇത് സ്വപ്നം കാണുകയാണെന്നൊക്കെ കരുതി എൻ്റെ അടുത്തോട്ടല്ല അവളുടെ അടുത്തോട്ട് പോകുന്ന ആ സ്വപ്നമാണ് താൻ കാണുന്നത് എന്നൊക്കെ ആ പ്രതീക്ഷയോടുകൂടി ശിവാനി ഇങ്ങനെ കിടക്കുമ്പോഴാണ് കേട്ടോ
ശിവാനിയുടെ അടുത്ത് പാമ്പ് നിൽക്കുന്നത്. പാമ്പിനെ കണ്ട ശിവാനി അമ്മേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയാണ്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് ഈശ്വരി മുത്തശ്ശി വരികയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇതെല്ലാം കണ്ട് ഈശ്വരി മുത്തശ്ശി നിൽക്കുന്നുണ്ടായിരുന്നു. ഏതുവരെ തൻ്റെ പേരക്കുട്ടിയെ ദ്രോഹിക്കുമെന്ന് അറിയാൻ വേണ്ടി തന്നെ ഈശ്വര മുത്തശ്ശി അറിയുന്ന കേട്ടോ. അതുകൊണ്ട് തന്നെ ഈശ്വര മുത്തശ്ശി എല്ലാത്തിനും പിറകിൽ നിന്ന് കളിക്കുന്നുണ്ടാവും. എന്നാൽ ഈ സമയം വസുന്ധരയാണെങ്കിലും ഈശ്വര ഇതെങ്ങനെ ഈ പാമ്പ് ഇവിടെ വന്നു എന്നറിയാതെ നിൽക്കുകയാണ്. അങ്ങനെ ഇവരുടെ കരച്ചിൽ കേട്ട് ഈശ്വര മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അതെ ഇവിടെ ഒരു പാമ്പിനെ കണ്ടു. എവിടെ പാമ്പ് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ കണ്ടു ഞാൻ കിടക്കുന്ന കട്ടിലാണ് പാമ്പുണ്ടായത്. അത് കേൾക്കുന്ന ഗൗതം അവിടെയൊക്കെ ഒന്ന് മൊത്തത്തിൽ വടിയെടുത്ത് ചെക്ക് ചെയ്തും കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു പാമ്പിനെ അവിടെ കാണാനില്ല. അങ്ങനെ അമ്മക്ക് തോന്നലായിരിക്കും. അമ്മയുടെ ഈ തോന്നൽ എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഗൗതം തൻ്റെ റൂമിലോട്ട് പോകുന്നു. അങ്ങനെ ഓരോരുത്തരും വസുന്ധരയെ കളിയാക്കുമ്പോൾ വസുന്ധരയ്ക്ക് താങ്ങാനാവില്ല കേട്ടോ. വസുന്ധര പറയണം എന്താണിത് എന്ന് പറഞ്ഞിട്ട് വസുന്ധര അങ്ങ് ചൂടാവാണ് കേട്ടോ. അങ്ങനെ നല്ല കിടുക്കൻ സീനാണ്. ഈശ്വര എന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയാൻ വേണ്ടി ശിവാനിയും കൊണ്ട് അയാളുടെ മുന്നിലോട്ട് ചെല്ലുകയാണ്. താൻ എന്താടോ കാണിച്ചത്? തനിക്ക് കാണിച്ചു തന്ന റൂമിൽ താൻ പാമ്പിനെ വിടാതെ എൻ്റെ റൂമിലോട്ട് ഇവളുടെ റൂമിലോട്ടാണ് താൻ പാമ്പിനെ വിടേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അല്ല മേഡം ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ആ റൂമിൽ തന്നെ പാമ്പിനെ വിട്ടത്. പക്ഷേ ആ കുട്ടിയെ നാഗദൈവങ്ങൾ പ്രസാദിച്ചത് കൊണ്ട് തന്നെ ആ കുട്ടിയെ നാഗദൈവങ്ങൾ പോലും ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വസുന്ധര എന്താ ഇയാൾ പറയുന്നതെന്ന ഭാവത്തിൽ വസുന്ധര നിൽക്കുന്നു കേട്ടോ. അങ്ങനെ വസുന്ധര എന്ത് ചെയ്യുന്നോ അതൊക്കെ വസുന്ധരയ്ക്ക് തിരിച്ചടിയാവുകയാണ് കേട്ടോ. ഇതേ സമയം വസുന്ധരയ്ക്ക് ഇനി അവിടുത്തെ പാചകം കൂടി ചെയ്യേണ്ടി വരും. എനിക്ക് ഈ ഭക്ഷണം കൂടി കഴിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് വസുന്ധര ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഈശ്വര മുത്തശ്ശി പറയണ അതിനെന്താ കുഴപ്പം വസുന്ധരെ, ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, നിങ്ങൾ തന്നെ വെച്ചുണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഈശ്വര മുത്തശ്ശിക്ക് ഇട്ടുകൊടുക്കുന്ന ആ കിടുക്കൻ ഈശ്വര മുത്തശ്ശി വസുന്ധരയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആ കിടുക്കൻ സീനൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞാൽ നിഖിലിനെ കാണാതാക്കുന്ന ആ ഒരു എപ്പിസോഡുണ്ട്. അത് ഇനി ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. റീമേക്കിലുണ്ട്. റീമേക്കിലെ പോലെ തന്നെയാണ് ഇവിടെയും കഥ നടക്കുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് വസുന്ധര ആകെ നാണം കെട്ട് ഈശ്വര മുത്തശ്ശിയുടെ വീട്ടിൽ ഒരു അടുക്കളക്കാരിയെ പോലെ ജീവിപ്പിച്ച് ഈശ്വര മുത്തശ്ശി തിരിച്ചടി കൊടുക്കുമ്പോൾ വസുന്ധരയ്ക്ക് അതെല്ലാം ചെയ്യേണ്ട അവസ്ഥ വരികയാണ് കേട്ടോ. കാരണം തൻ്റെ മകനെയും കൊണ്ട് താൻ പോകുന്ന വാശിയിൽ വസുന്ധര അതെല്ലാം ചെയ്യുന്ന ആ സീനുകളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. വസുന്ധരയെ ഞെട്ടിപ്പിക്കുന്ന ആ ഗൗതമിൻ്റെ തീരുമാനം തനിക്ക് ജപ്പാൻ കമ്പനിയുടെ ടെൻഡർ നേടിക്കൊടുത്തതിൽ ഇനി ഗൗതം ആ ഒരു ടെൻഡർ നിധിയുടെ പേരിൽ ഓപ്പൺ ചെയ്ത് വലിയൊരു കമ്പനി നിധിക്ക് ഇട്ടുകൊടുക്കുന്ന ആ കിടുക്കൻ സീനുണ്ട്. ഇതേ സമയം ഗൗതമിനോടൊന്നും പറയാനാവാതെ വസുന്ധരയ്ക്ക് നോക്കി നിൽക്കേണ്ട ആ സീനും വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ ഇനി ഓരോ ദിവസവും ഗൗതം ഇങ്ങനെ വസുന്ധരയെ തള്ളിപ്പറയുന്ന തൻ്റെ മകൻ തന്നിൽ നിന്ന് അകന്നു പോകുന്ന ആ നാളുകളാണ് കേട്ടോ ഇനി വസുന്ധരയ്ക്ക് വരാനിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.